നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ തീം മാറ്റിയാലോ? അതായത് നമ്മുടെ സിസ്റ്റം ഡിഫോൾട്ട് തീമിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കുക. യൂട്യൂബും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാനിപ്പോൾ എനിക്ക് സിസ്റ്റം തീമിലാണ് ഇപ്പോൾ യൂട്യൂബ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തീം നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റണം. കാരണം ഈ തീം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. എന്നാൽ ഞാൻ പറയുന്ന തീമാണ് നിങ്ങൾ ഈ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപകാരം വളരെ 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 വലുതാണ്. അപ്പോൾ അത് ഏത് തീമാണ്, എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ തീം എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമ്മൾ ആദ്യം തീം മാറ്റാൻ വേണ്ടി യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആദ്യം ഈ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് എന്നിട്ട് ഏത് തീം മാറ്റിയാലാണ് കൂടുതൽ പ്രയോജനം, എന്തൊക്കെയാണ് പ്രയോജനം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. യൂട്യൂബ് ജനറൽ ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. ഇവിടെ അപ്പിയറൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റിലാണ് അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നത്. പഴയ ഒരു അപ്ഡേറ്റിൽ തീമാണെന്ന് തോന്നുന്നു. അത്രയും യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളൊന്നും കാണൂലല്ലോ. എല്ലാ കയ്യിലും അപ്പിയറൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ തീം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂസ് ഡിവൈസ് തീം, അതാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അതായത് നമ്മുടെ ഫോണിലുള്ള തീമാണ് യൂട്യൂബ് ആപ്ലിക്കേഷനിലും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ പറയുന്ന തീമാണ് ഡാർക്ക് തീം. കാരണം ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ 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 വലുതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ 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 വലുതെന്ന്. കാരണം ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇനി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ തീം വെച്ചിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ലാഭിക്കാനും പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ തീം യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ തീം ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ കണ്ണിനും നല്ലതാണ്. അതുമാത്രമല്ല ഡാർക്ക് തീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബാറ്ററി മാത്രമേ ചിലവുള്ളൂ. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് യൂട്യൂബ് തന്നെ പറയുന്ന ഒരു ഇതാണ്. ഡാർക്ക് തീം യൂട്യൂബ് ഡാർക്ക് തീമിലോട്ട് മാറ്റിയാലുള്ള ഗുണങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സംശയമുള്ളവരാണെങ്കിൽ ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ മതി. അവർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. എന്നാലും ഞാൻ ഈ പറയുന്ന 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ രാത്രിയൊക്കെ ഫോൺ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണിനും നല്ലതാണ്. കാരണം ഒരുപാട് വെട്ടമില്ല. ഇനി മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ബാറ്ററി ചാർജ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തീരുകയില്ല. അതാണ് മറ്റൊരു പ്രയോജനം. ഇതാണ് ഡാർക്ക് തീം മോഡ് ഓപ്ഷൻ ഓൺ ചെയ്യുന്നതിനുള്ള പ്രയോജനം എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതാണ് ഞാൻ വളരെ 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 വലുതാണെന്ന് പറഞ്ഞത്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ മാത്രമേ ഡാർക്ക് തീം മോഡിലോട്ട് മാറിയിട്ടുള്ളൂ. ഇനി ഫോൺ മൊത്തത്തിൽ ഡാർക്ക് തീം മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഡാർക്ക് തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മൊത്തത്തിൽ ഡാർക്ക് തീം ആവുന്നതാണ്. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ എടുത്താലും മൊത്തത്തിൽ ഡാർക്ക് ആവുന്നതാണ്. ഞാൻ പറയുകയാണെങ്കിൽ
എല്ലാ ഇതും ഡാർക്ക് തീമിലാക്കിയാൽ മാത്രമേ അതിൻ്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ ആപ്ലിക്കേഷൻ മാത്രം ആക്കിയെന്ന് പറഞ്ഞ് കിട്ടത്തില്ല. പിന്നെ ഞാൻ പരിചയപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഇതിപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. യൂട്യൂബിൽ ഏത് തീമാണ് യൂസ് ചെയ്യുന്ന സേഫ് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഓപ്ഷൻ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് ആ തീം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക, ശേഷം ജനറൽ എടുക്കുക, ശേഷം അപ്പിയറൻസ് എടുക്കുക. അപ്പിയറൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് തീമിലോ അല്ലെങ്കിൽ യൂസ് സിസ്റ്റം ഡിഫോൾട്ട് തീമിലോ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. ബെറ്റർ എന്ന് പറയുന്ന ഡാർക്ക് തീം മോഡിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനും അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ യൂട്യൂബ് മാത്രം ഉപയോഗിച്ചാൽ പോലെ. ഇത് ഈ ഓപ്ഷനുള്ള എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ചിലവർക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രയോജനം അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. താഴത്തെ ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ആൻഡ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.